കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ലീവൊക്കെ തീർന്നു ഇനി മണ്ണാർക്കാട്ടോട്ട് പോവാണെന്ന്. അപ്പോൾ ആ ഒരു നിമിഷമാണ് കേട്ടോ ഇത്. അങ്ങനെ കാക്ക കൊടുന്ന സാധനങ്ങളും ഇവരുടെ വണ്ടിയും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കാക്ക് വരാൻ ടൈമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ഇത്രയും സാധനങ്ങൾ കൈ പിടിച്ചിട്ട് ബസ്സിന് പോകണ്ടെന്ന് കുഞ്ഞാക്കിയും പറഞ്ഞു, ഉമ്മയും ഇപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് വെറുതെ 600-700 കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ബസ്സിന് തന്നെയാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. അതായത് നട്ടുച്ച 2 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ. കാരണം സ്കൂൾ കുട്ടികളും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഓട്ടോയിൽ പോരുന്നതിനേക്കായി സുഖത്തിൽ നമുക്ക് ബസ്സിൽ പോരാൻ പറ്റും കേട്ടോ. അതായത് റോഡും അങ്ങനെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ വീട്ടിൽ പോയിങ്ങാണ്ട് 2 ദിവസം നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്കും ഭയങ്കര സങ്കടമാണ്, ഉമ്മാക്കും ഉപ്പാക്കും എനിക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ചെന്നാൽ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ പോന്നു കഴിഞ്ഞാൽ വീട് ഉറങ്ങിയത് പോലെ ആവും കേട്ടോ അവിടെ. പിന്നെ ഉമ്മ ഇപ്പം ഇങ്ങനെ പറയായിരിക്കും, ആ സൈഡിൽ ഇരുന്നാൽ കൊണ്ടോ വെയിലുണ്ടാവില്ല, ഈ സൈഡിൽ ഇരുന്നാൽ കൊണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തരികയാണ് കേട്ടോ. ഞങ്ങൾ ആ ഒരു ഇറങ്ങുന്ന ടൈമിൽ ചെന്ന ഉടനെ തന്നെ ഞാനും സംസാരിക്കാൻ തുടങ്ങും. പിന്നെ ഞങ്ങൾ പോരുന്നത് വരെ സംസാരമായിരിക്കും കേട്ടോ. പോരാൻ നേരത്തും ഞങ്ങൾ സംസാരം തീർന്നിട്ടുണ്ടാവില്ല. പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് ഫോണിലൂടെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഉപ്പയും അനിയും കൂടെ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ബസ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഓപ്പോസിറ്റ് ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. നടക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉപ്പ ചെരുപ്പൊന്നും ഇടാതെ ഞങ്ങൾ ബസ് കയറ്റാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എത്ര എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലം എന്ന് പറയുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വർഗ്ഗം കേട്ടോ. കാരണം നമുക്ക് എന്ത് സങ്കടവും സന്തോഷം ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അത്രയും സ്നേഹക്കൂടുതലുകൊണ്ടാണല്ലോ നമ്മൾ ചെല്ലുന്നതും കാത്തു നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു പോരുമ്പോഴും അതേ ടൈമിൽ തന്നെ അവർ ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്നത് അല്ലേ. എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന അതാണ് കേട്ടോ. നല്ല ആയുസ്സും ആരോഗ്യമൊക്കെ രണ്ടുപേർക്കും കൊടുക്കട്ടെ എന്നുള്ളതാണ്. ഈ മണ്ണാർക്കാട് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും ലൈക്കും കൂടെ ഇടണേ.